बीच का पहला एक्टिविटी है स्नॉर्कलिंग। जिनको भी ट्रेनिंग लेने का इंटरेस्ट ഹലോ ഗീസ്, അത് രാവിലെ തന്നെ ഒരു സൺറൈസൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ ഹാവ്ലോക്ക് ജെട്ടിയിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ നിന്നും എലിഫൻറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട്. അവിടെ തന്നെ നമ്മൾ ചെയ്യാനുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പേപ്പറൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. സീ വാക്കിംഗ്, സ്നോർക്കലിംഗ്, പാരാസൈലിംഗ്, ഡോൾഫിൻ ഗ്ലാസ് ബോട്ടം റൈഡ് തുടങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ വഴിയെ പറയാം. ഇനി നമ്മൾ ഇവിടെ നിന്നും എലിഫൻറ്റ് ബീച്ചിലേക്ക് ഒരു സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജാണ് ഈ കണ്ടത്. ഒരാൾക്ക് 1000 രൂപ, ചെറിയ കുട്ടികളാണെങ്കിൽ 500 രൂപ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇതിൽ സ്പീഡ് ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും ബോട്ടിൽ കയറി. ഏകദേശം ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് കേട്ടോ നമ്മളൊരു ബോട്ടിൽ പോകുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തന്നു. നമ്മളിങ്ങനെ ഓപ്പൺ ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല വെയിലാണ്. മുഖത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല തീരുമാനമായിട്ടുണ്ടാവും എന്നുള്ളത് ഇപ്പോൾ തന്നെ നല്ല ഉറപ്പാണ്. സമയം ഏകദേശം 10 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. അങ്ങനെ എല്ലാവരും യാത്രയ്ക്കൊക്കെ സെറ്റായി നമ്മളങ്ങനെ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഏകദേശം 20 മിനിറ്റോളം നമുക്കിങ്ങനെ ഒരു യാത്ര ഇതിലുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള എന്നാൽ ചെറിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണെന്ന് തന്നെ പറയാം. ഓപ്പൺ ബോട്ടായതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ നല്ലപോലെ തിരമാലകളും വെള്ളങ്ങളൊക്കെ നമ്മുടെ മേത്തോട്ടൊക്കെ തെറിക്കുന്നുണ്ട്. അതുകൊണ്ടും നല്ല കാറ്റുള്ളത് കൊണ്ടും വെയിൽ അത്രമാത്രം അങ്ങോട്ട് അറിയുന്നില്ല. പക്ഷേ നല്ല വെയിലുണ്ട്. അപ്പോൾ ടാനൊക്കെ അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റിലെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ എലിഫൻറ്റ് ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടുത്തെ കടലൊക്കെ കാണാൻ. നല്ല നീല കളറിൽ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി ഇനി അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ പേര് നമ്മളോട് എപ്പോഴും ഓർത്തിരിക്കാൻ പറയും. കാരണം തിരിച്ചു പോകേണ്ടത് നമ്മൾ അതേ ബോട്ടിൽ തന്നെയാണ്. അങ്ങനെ ഒരു പയ്യൻ നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. सभी थोड़ा ध्यान से सुन लीजिएगा। तो सबसे पहले आपका बोट नेम क्या है? आपका बोट नेम डुबंग। जितना आगे बढ़ते रहेंगे उतना अलग अलग टाइप का लाइव कोरल गार्डन आपको यहाँ पर विजिट करने के लिए मिलेगा। ओके, तो बीच का पहला एक्टिविटी है स्नॉर्कलिंग। जिनको भी ट्रेनिंग लेने का इंटरेस्ट है പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. അതായത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് റെൻറ്റിന് എടുക്കാം കേട്ടോ. ഞങ്ങൾ ഏതായാലും റെൻറ്റിന് എടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൈസിന് പറ്റുന്നതൊക്കെ നമ്മളിങ്ങനെ നല്ലപോലെ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ലോക്കർ സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എടുത്തു വെക്കാനായിട്ട് ലോക്കർ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ലോക്കറിൻ്റെ കീ ഒക്കെ വാങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. അതിനുശേഷം ബാഗും സാധനങ്ങളൊക്കെ ഇവിടെ ലോക്കറിനകത്ത് വെച്ച് പൂട്ടി താക്കോലൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ എടുത്തു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുന്ന ചാൻസിലൊക്കെ എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് പേപ്പറൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത നമ്മൾ ഓരോ ആക്ടിവിറ്റിക്ക് പോകാനായിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട്. അപ്പോൾ ഞാനും അമ്മയും അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് പാരാസൈലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞങ്ങൾ 3 പേരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആക്ടിവിറ്റിക്ക് വിളിക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അച്ചോട്ടൻ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്നോർക്കലിംഗ് ആണ്. അതായത് കടലിലെ മേലെ ഇങ്ങനെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് കടലിനടിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ആക്ടിവിറ്റിയാണ്. എലിഫൻറ്റ് ബീച്ചിൽ സ്നോർക്കലിങ്ങിന് ഒരാൾക്ക് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. അപ്പോൾ മുഖത്തൊരു പ്രത്യേകതരം മാസ്കൊക്കെ ഇട്ട് അവർ ആ ട്യൂബിൽ ഒരു കയറ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് അവർ നമ്മളിങ്ങനെ കടലിനുള്ളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അടിയിലുള്ള ദൂരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ധാരാളം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് വേറെയും കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വളരെ ചുരുക്കം ചിലത് പ്രധാനപ്പെട്ടത് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ അച്ഛൻ ചെയ്യാൻ പോയിട്ടുള്ള ആക്ടിവിറ്റീൻ്റെ പേരാണ് ഡോൾഫിൻ ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ബോട്ടാണ്. ഇതിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കടലിൻ്റെ അടിത്തട്ട് മുഴുവൻ കാണാൻ സാധിക്കും. അതായത് വെള്ളത്തിനിറങ്ങാൻ പേടിയുള്ളവർക്കോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റൈഡാണിത്. നമുക്ക് കടലിൻ്റെ അടിഭാഗം മൊത്തം ഇതുപോലെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അച്ഛനടുത്ത വീഡിയോസാണ് ഇവിടെ കൊടുക്കുന്നത്. കടലിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. और इन कोरल्स का ग्रोथ काफ़ी स्लो होता है. ये 20 to 25 years में 1 इंच और 2 इंच इनका ग्रोथ होता है. और अभी आप यहाँ पे ये जो भी कोरल्स देख रहे हैं ये सारे काफ़ी सेंचुरीज हो गए. ये 300 to 400 years ओल्ड है सर. पैरेट फिश है देखिए डबल टेल ब्लू टेल. और यहाँ पे आप नीचे बहुत सारे डेड कोरल्स देख सकते हैं. नीचे देखिए लंबे लंबे से पड़े हुए वो सारे टूट चुके हैं डेड. और आप देखिए जहाँ पर भी सैंड पैचेस है वहाँ पे कोरल्स नहीं. इस टाइप के जो भी कोरल्स होते हैं इनको फॉर्म होने के लिए एक स्ट्रॉन्ग बेस चाहिए होता है. ये कभी भी किसी रॉक के ऊपर में बनेगी या तो कोई डेड कोरल के ऊपर. डायरेक्टली सी बेड से कभी कोरल्स नहीं बनते. ये दो भी पैरेट फिश. और यहाँ भी एक सी कुकुम्बर है ब्राउन कलर में. देखिए छोटी सी है ब्राउन जैसा पड़ा है. सामने वहाँ पे देखिए पॉइंटेड फिश ग्रुप और ये बड़ी वाली पैरेट फिश है वो रेड कलर की वो सामने दिख रहा है. और ये जो ट्री जैसा जो कोरल बना हुआ है ये स्टैग हॉर्न कोरल. और यहाँ पे देखिए येलो कलर में कोरल है. ये जो टर्मरिक जैसा दिख रही है येलो कलर. ये येलो स्पॉन्ज कोरल है. जेलीफिश. तो सामने एक बड़ी न्यूरा फिश. और वहाँ पे ये जो छोटे छोटे फिशेस जा रही है सारे ब्लू बर्ड फिश. यहाँ भी है बहुत सारी ब्लू बर्ड फिश.
पहले जो है और यहाँ नीचे देखिए zigzag लाइन यहाँ भी दिखेगी, पूरे के साइड में ये वाइट कलर में zigzag सा बना हुआ है, ये ऑयस्टर है क्लैम शेल जिसके अंदर में पर्ल बनती है और भी इसके अंदर में स्ट्रक्चर्स देख रहे हैं, ये सारे स्पॉकेट ब्रेन कोरल्स हैं। पहले हमने उस स्ट्रिप में ज़्यादा फिंगर कोरल देखे थे, इस स्ट्रिप में आपको ज़्यादा स्पॉकेट ब्रेन कोरल्स मिले। और इस टाइप के जो भी कोरल्स होते हैं इनका लाइफ स्पैन बहुत ज़्यादा होता है। ये 600 എലിഫൻറ്റ് ബീച്ചിലെ ഈ ഒരു റൈഡിന് ഒരാൾക്ക് വരുന്നത് 3500 രൂപയാണ്. അച്ഛൻ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, ബീച്ചിന് അടിഭാഗം കാണാമെന്നുള്ളത്. അതങ്ങനെ വലിയ കുഴപ്പമില്ലാതെ തന്നെ ബോട്ടിനകത്തിരുന്നുകൊണ്ട് നല്ലപോലെ കാണാനൊക്കെ സാധിച്ചു കേട്ടോ. അങ്ങനെ അച്ഛൻ തിരിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാരാസൈലിങ്ങിനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പാരാസൈലിംഗ് ചെയ്യുന്നുണ്ട്, സ്നോർക്കലിംഗ് ചെയ്യുന്നുണ്ട്, സീ വാക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടായിട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂടാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.